ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2280. ഇന്ന് മാർച്ച് മാസം 29-ാം തീയതി, 88-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് ഓശാന പെരുന്നാൾ. നമ്മുടെ കർത്താവ് തന്നെ ആഗ്രഹിച്ച് തെരഞ്ഞെടുത്ത ഒരു യാത്രയാണ്. കുറച്ചൊക്കെ ആഹ്ലാദത്തിൻ്റെയും അലങ്കാരങ്ങളും നിറഞ്ഞ യാത്ര. ഒരു വലിയ സ്വീകരണമായിരുന്നു. ജനക്കൂട്ടം ഒരുക്കി തന്നത്. വഴിയരിയിൽ തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിക്കുക, ഈന്തപ്പനകളുടെ ശാഖകൾ വെട്ടി വഴിയിലിടുക, കുരുത്തോലകളൊക്കെ എടുത്ത് ആർത്തു വിളിച്ച് പാടുക. വളരെ ആഹ്ലാദത്തിന്റെ ആരവങ്ങൾ ഉയരുന്നതിന്റെ ഓർമ്മയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരം കുറെ ഓശാന ഓർമ്മകളുണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം ഓശാനകളുടെ നല്ല കുറെ ഓർമ്മകളുണ്ടാവും. അത് ഒരു വലിയ സ്വീകരണത്തിൻ്റെതാണ്, സംശയമൊന്നുമില്ല. ആരുടെയൊക്കെയോ സ്നേഹവും അംഗീകാരവും നേടിയതിൻ്റെ ഓർമ്മ, ആർക്കൊക്കെയോ ഞാൻ പ്രിയപ്പെട്ടവനായി മാറിയതിൻ്റെ, അങ്ങനെ ബോധ്യപ്പെട്ടതിൻ്റെ ഓർമ്മ, ആരുടെയൊക്കെയോ സ്നേഹ സൗഹൃദങ്ങളിലൂടെ നീന്തിപ്പോയതിൻ്റെ ഓർമ്മ. തീർച്ചയായും ആ ഒരു ഓർമ്മയ്ക്ക് ഒരു മറുവശവും കൂടി ഉണ്ടല്ലോ. ഈ ആഹ്ലാദത്തിൻ്റെയും ആരവത്തിൻ്റെ ഇടയിൽ ഓരോരുത്തരും ഓർക്കേണ്ടത്, സ്വീകരണങ്ങളൊക്കെ മറ്റൊരു സന്ദർഭം വരുമ്പം തിരസ്കരണങ്ങളായി മാറും. സ്വീകരിച്ചവരൊക്കെ തിരസ്കരിക്കുന്ന ഒരു സമയവും സന്ദർഭവും വരും. ഓശാന അതുകൂടി മുൻകൂട്ടി കാണാനായിട്ട് കുറെ കൂടി ദൈവിക ദർശനം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും സ്വീകരിച്ച അന്നത്തെ ആൾക്കൂട്ടം ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു സ്വീകരണത്തിന്റെ ഒടുവിൽ തങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ഇയാൾ ചോദ്യം ചെയ്യുമെന്ന്, ഇയാൾ ശകാരിക്കുമെന്ന്, തങ്ങളെ ചാട്ടവാറെടുത്ത് ഒരു പരിധിവരെ അകത്തുനിന്ന് പുറത്തേക്ക് അടിച്ചിറക്കുമെന്നൊന്നും അവർ ആ ആൾക്കൂട്ടം അന്ന് ആ സ്വീകരണം ഒരുക്കിയപ്പോൾ ഓർത്തിരുന്നില്ല. ദേവാലയത്തിലെത്തിയതോടുകൂടി നിങ്ങളെല്ലാം കൂടി ഇതിനെ ഒരു കച്ചവട സ്ഥലമാക്കിയല്ലോ എന്ന് യേശു സങ്കടപ്പെടുന്നുണ്ട്. സങ്കടം പതിയെ ഒരു ക്ഷോഭമായി മാറുന്നുണ്ട്. കടുത്ത പ്രതികരണങ്ങളാണ്. നാണയം മാറുന്നവരുടെ മേശകളെയൊക്കെ മറച്ചിട്ട യേശുവിനെ കൂടി ഓശാനയുടെ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് കാണാവുന്നതാണ്. തീർച്ചയായും സ്വീകരിക്കുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ നമ്മൾ ഉള്ളിലേക്ക് ഉൾക്കൊള്ളുമ്പോൾ, എൻ്റെ ഹിതത്തിനനുസരിച്ച്, എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച്, എൻ്റെ നിഗൂഢ സ്വകാര്യതകൾക്കനുസരിച്ച് നിന്നു തരേണ്ട ഒരാളാണ് യേശു എന്ന തെറ്റിദ്ധാരണ ഞാൻ മാറ്റിയേ മതിയാവും. മറിച്ച് അവൻ എന്നെ തിരുതി തുടങ്ങും, അവൻ എന്നെ ശകാരിച്ചു തുടങ്ങും. അവൻ എന്നെ ചേർത്ത് പിടിക്കുമ്പോഴും ഞാൻ ഏതെല്ലാം വിധത്തിൽ എങ്ങനെയെല്ലാം കുറെ കൂടി പാകപ്പെടണം, നന്നാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതും കൂടി സ്വീകരിപ്പാനായിട്ട് എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തണം. ഒപ്പം ഒരു ദുഃഖവെള്ളി ഉണ്ട് എന്നും. ഒരു കലണ്ടറിൽ ഒരു ചുമന്ന കളത്തിൽ നിന്ന് മറ്റൊരു